ഈശോ ഈശോ നാഥ സുഖമാക്കുവാനായി വരണേ വരണേ വരണേ. ഈശോ ഈശോ നാഥ സുഖമാക്കുവാനായി വരണേ വരണേ വരണേ. പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു ഒരു സ്നേഹഗീതമായി പാടുന്നു. പതിനായിരങ്ങളും പാടുന്നു ഒരു സ്നേഹഗീതമായി പാടുന്നു. വിശാലം നിൻ വാത്സല്യം കടൽ പോലെ ഒഴുകുന്നു. കൃപയായി നിൻ കാരുണ്യം ആകാശം പോലെ. വിശാലം നിൻ വാത്സല്യം കടൽ പോലെ ഒഴുകുന്നു. കൃപയായി നിൻ കാരുണ്യം. ആരാധിക്കാം ദൈവത്തെ, ആരാധിക്കാം ദൈവത്തെ, ആരാധിക്കാം ദൈവത്തെ എന്നും എന്നും. ആരാധിക്കാം ദൈവത്തെ, ആരാധിക്കാം ദൈവത്തെ, ആരാധിക്കാം ദൈവത്തെ എന്നും എന്നും. രണ്ടാമത്തെ ദമ്പതികൾ അബ്രാഹവും സാറായും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ അബ്രാഹത്തെ കുറിച്ചുള്ള ചരിത്രം ആരംഭിക്കുകയാണ്. ചരിത്രം ആരംഭിക്കുന്നു അബ്രാഹം ഭാര്യ സാറ. ഞാൻ ചോദിക്കട്ടെ രാജപുരംകാരെ, ഈ അബ്രാഹത്തോട് ദൈവം ഒരു വാഗ്ദാനം കൊടുത്തു, നിനക്ക് ഒരു കുഞ്ഞുണ്ടാകും. എത്രാമത്തെ വയസ്സിലാണ് ദൈവം അബ്രാഹത്തിന് ഈ വാഗ്ദാനം കൊടുക്കുന്നത്? എത്രാമത്തെ വയസ്സിലാണ് ഈ വാഗ്ദാനം കൊടുക്കുന്നത്? എത്രാമത്തെ വയസ്സിലാണ് വാഗ്ദാനം നിറവേറ്റപ്പെട്ടത്? 100-ാമത്തെ വയസ്സിൽ. അപ്പൊ എത്രാമത്തെ വയസ്സിലാണ് വാഗ്ദാനം കൊടുത്തത്? 75, 75. എന്റെ പ്രിയപ്പെട്ടവർ, ഈ സായാഹ്നത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ മനസ്സിൽ കൃത്യമായി നീ ചില കാര്യങ്ങൾ പഠിക്കണം. 75-ാമത്തെ വയസ്സിൽ അബ്രാഹത്തോടും സാറായോടും പറഞ്ഞു, ദേ നിങ്ങൾക്കൊരു കുഞ്ഞു ജനിക്കും. 75, 76, 77, 78, 79, 80, 81. നമ്മുടെ സാറാമ്മ എണ്ണി മടുത്തു. സാറാമ്മ ക്ഷീണിച്ചു തുടങ്ങി, പ്രായമായി, എഴുന്നേറ്റ് നിൽക്കാൻ പോലും ശേഷിയില്ല. ഇനി എങ്ങനെയാണാവോ ഒരു കുഞ്ഞിനെയൊക്കെ ജന്മം കൊടുക്കുക? അങ്ങനെ സാറാമ്മയുടെ തലയിൽ ഇങ്ങനെ ചിന്തിച്ച് വന്നപ്പോൾ സാറാമ്മയുടെ തലയിൽ ഒരു ഐഡിയ. എന്താണ്? എന്നിലൂടെ ഒരു കുഞ്ഞുണ്ടാവാൻ ഇനി ഒരു സാധ്യതയില്ല. ആയതിനാൽ എന്റെ ദാസിയായ ഹാഗാറിൽ ഒരു കുഞ്ഞുണ്ടാവട്ടെ. അത് ആരുടെ ഐഡിയ ആണ്, ആശയമാണ്? പറ. സാറാമ്മയുടെ ആശയമാണ്, സാറാമ്മയുടെ ബുദ്ധിയിൽ ഉദിച്ചതാണ്. അങ്ങനെ ഹാഗാറിൽ ഒരു കുഞ്ഞിനു വേണ്ടി ആ കുടുംബം ശ്രമിച്ചു. ആ കുഞ്ഞിന്റെ പേര് ഇസ്മായേൽ. അതാരുടെ ബുദ്ധിയാ? അത് സാറാമ്മയുടെ ബുദ്ധിയാ. ദൈവത്തിന്റെ പദ്ധതി ഏതാ? ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് സാറായിൽ ഒരു കുഞ്ഞു ജനിക്കട്ടെ എന്നാണ്. സാറായിൽ ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന്റെ പേര് ഇസഹാക്ക്. പറഞ്ഞേ, ഇസഹാക്ക്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹാഗാറിൽ ഉണ്ടായൊരു കുഞ്ഞ് അത് വളർന്നൊരു ദേശമായും പിന്നീട് ഒരു വംശമായിട്ടൊക്കെ മാറുന്നുണ്ട്. അത് കൃത്യമായിട്ട് ആരുടെ പദ്ധതിയാണ്? സാറാമ്മയുടെ മനുഷ്യബുദ്ധിയിൽ നിന്ന് വിരിഞ്ഞതാണ്. ഇന്ന് ഈ രാജപുരം ദേശത്ത് ഈ വചന ശുശ്രൂഷ നടത്തപ്പെടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അബ്രാഹത്തിലൂടെയും സാറാമ്മയിലൂടെയും നിന്നെയും എന്നെയും പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ തലയ്ക്കകത്ത് പലതും തോന്നും. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ, അത് നിറവേറ്റപ്പെടുക എന്നുള്ളതാണ് സത്യമായ കാര്യം. നിന്റെ ബുദ്ധിക്കകത്ത് തോന്നുന്നതനുസരിച്ച് തീരുമാനം എടുക്കരുത്. ശ്രദ്ധിച്ചു കേട്ടോണം. നിന്റെ ബുദ്ധിക്കകത്ത് തോന്നുന്നതനുസരിച്ച് തീരുമാനം എടുക്കരുത്. മറിച്ച് ദൈവത്തോട് ആലോചന ചോദിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ആരോട് ആലോചന ചോദിക്കണം?
ദൈവത്തോട് ആലോചന ചോദിക്കണം. വലതും ഇടതും ഇരിക്കുന്നവർക്ക് കൈ കൊടുത്തോണ്ട് പറ, ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ദൈവത്തോട് ആലോചന ചോദിക്കണം. പറഞ്ഞു കൊടുത്തേ. നമ്മുടെ ബുദ്ധിയിൽ പലതും തോന്നും. നാട്ടിലുള്ള എല്ലാ പിള്ളേരും കാനഡയ്ക്ക്, UK-ക്കും, ന്യൂസിലൻഡിനും, ഓസ്ട്രേലിയക്കും, ജർമ്മനിക്കും പോകുന്നു. എന്നാ പിന്നെ എന്റെ മോനും പോട്ടെ. അങ്ങനെയല്ല. നീ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ആരോട് ആലോചന ചോദിക്കണം? ആരോട് ആലോചന ചോദിക്കണം? നീ പോയിട്ട് ചോദിക്കേണ്ടത് ട്രാവൽ ഏജൻസിയിലല്ലെന്ന്. നീ പോയിട്ട് ആലോചന ചോദിക്കേണ്ടത് എവിടെയാ? തമ്പുരാന്റെ പക്കൽ ആലോചന ചോദിക്കണം. അല്ലാതെ നമ്മൾ കൂട്ടുകാർ ചെയ്യുന്നു, നാട്ടുകാർ ചെയ്യുന്നു എന്നുള്ളതല്ല. നാട്ടിലുള്ള എല്ലാവരും കൂടെ കാനഡയ്ക്ക് ഒന്ന് വന്നാ പിന്നെ ഞാനും പോയേക്കാം, അല്ലെന്ന്. നിന്റെ ജീവിതത്തെക്കുറിച്ചും ദൈവം നിന്നെ സൃഷ്ടിച്ച് ഒരു ദേശത്ത്, ഈ രാജപുരത്ത് ഒരു കുടുംബമായിട്ട് ദൈവം നിന്നെ കൊണ്ടുവന്നു. നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ദൈവം ഒരു ദേശത്ത് വസിക്കാൻ നിന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ആലോചന ചോദിക്കണം. പലതരത്തിലുള്ള ചിന്തകളും ആശയങ്ങളും ഒക്കെ കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ പറയും. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഉടനെ ചാടിപ്പോകരുത്. മറിച്ച് ദൈവത്തോട് ആലോചന ചോദിക്കണം. വലതുകര ഉയർത്തി ഒച്ചത്തിൽ പറ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മൂന്നാമത്തെ ദമ്പതികളെ കുറിച്ച് പഠിക്കുന്നു. ഒന്നാമത്തെ ദമ്പതികൾ ആദം ഹൗവ, രണ്ടാമത്തെ ദമ്പതികൾ അബ്രാഹവും സാറായും, മൂന്നാമത്തെ ദമ്പതികൾ ഇസഹാക്കും, ഇസഹാക്കിന്റെ ഭാര്യയുടെ പേര് റബേക്ക, ഇസഹാക്കും റബേക്കയും. ഇവർക്ക് 2 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം പേര്. ആരാണ് ആ മക്കളുടെ പേര്? പറഞ്ഞേ. ഏസാവും യാക്കോബും. അമ്മയുടെ പേര് റബേക്ക. ബൈബിളിൽ പറയുന്നു, അമ്മ റബേക്കയ്ക്ക് ഈ 2 മക്കളിൽ ഒരു കുഞ്ഞിനോട് ഒരു ഇച്ചിരി സ്നേഹം കൂടുതലായിരുന്നു. പക്ഷപാതപരമായി സ്നേഹിച്ചു. 2 കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞിനോട് ഇച്ചിരി സ്നേഹം കൂടുതലായിരുന്നു. ആ സ്നേഹം കൂടുതലായതുകൊണ്ട് എന്തു പറ്റി? ചരിത്രത്തിൽ തന്നെ വലിയ വലിയ തകർച്ചകളും ദുഃഖങ്ങളും ഭാരങ്ങളും ഏറ്റെടുക്കേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, യാക്കോബിന്റെ ജീവിതത്തിൽ ഈ അമ്മയുടെ റോള് പ്രധാനപ്പെട്ടതായിരുന്നു. ഏസാവിന് കിട്ടേണ്ട അനുഗ്രഹം പിടിച്ചു വാങ്ങുന്നതിൽ ഈ അമ്മ യാക്കോബിനെ പഠിപ്പിച്ചതും വളർത്തിയതുമായിട്ടുള്ള ചില പരിശീലന ഭാഗങ്ങളിൽ നിന്നാണ് ആ യാത്ര അവിടെ ആരംഭിക്കുന്നത്. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേകിച്ച് മാതാപിതാക്കളെ, നിങ്ങൾക്ക് എത്ര മക്കളുണ്ടെങ്കിലും നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഒരുപോലെ പരിഗണിക്കണേ, ഒരുപോലെ കൈകാര്യം ചെയ്യണം. ഇല്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന മക്കൾ പറയുന്ന എന്നാന്നറിയോ? അച്ഛാ, എന്നോടൊന്നും ചോദിക്കുന്നില്ല, എന്നെ വേണ്ട, എൻ്റെ അനുജനെ മതി, അനുജത്തിയെ മതി, എന്നോടൊന്നും ഒരു സ്നേഹവും ഇല്ല അമ്മയ്ക്ക്. 2 ഉള്ളേ. ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന തലമുറ, പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം, തലമുറ മാറി. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും വളർന്ന പശ്ചാത്തലമല്ല ഇന്നത്തെ പശ്ചാത്തലം. തലമുറ മാറി. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ജനറേഷൻ ഗ്യാപ്പ് എന്നാണ്. തലമുറകളുടെ അന്തരം. കാലം മാറിയെന്ന്, ജീവിത ശൈലികൾക്ക് വ്യത്യാസം വന്നു. എൻ്റെ വീട്ടില് ഞങ്ങള് 7 പേരാണ്. ഞാൻ 7ാമത്തെ കഥാപാത്രമാണ്. വീട്ടിലൊക്കെ വളർന്ന പശ്ചാത്തലം അല്ലേ, മുതിർന്നവർക്കൊക്കെ നന്നായിട്ട് ഓർക്കാൻ പറ്റും. വളർന്നത് എങ്ങനെയാ? നമ്മൾ ആഗ്രഹിച്ചത് വല്ലതും വീട്ടിൽ കിട്ടിയിട്ടുണ്ടോ? ഞങ്ങളുടെ നാട്ടില് ചേർത്തലയില് മിക്കവാറും മീനുണ്ടാവും. മീനൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന സ്ഥലമാണ്. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നറിയാം. അപ്പൊ എല്ലാ ദിവസങ്ങളിലും എന്തെങ്കിലും ഒരു മീൻകറിയൊക്കെ ഉണ്ടാവും. ഉദാഹരണത്തിന് ഭക്ഷണത്തിനൊക്കെ ഇരിക്കുമ്പോ അല്ലെ, യുദ്ധഭൂമിയിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നത്. അതിന് മാത്രം ആളുകളുണ്ടല്ലോ. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചു മീന്റെ നടുക്കഷണം വറുത്ത് എൻ്റെ പാത്രത്തിൽ കിട്ടും. ഞാൻ ആഗ്രഹിച്ചു. കയ്യിലോട്ട് വന്നത് ഒരു വാലും കഷണമാണ്. അപ്പോൾ ഉടനെ തന്നെ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ ഉടനെ തന്നെ എൻ്റെ അമ്മച്ചിയോട് പറയുന്നു, അമ്മച്ചി, എനിക്കിത് വേണ്ട, ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടിയില്ല, എനിക്കിത് വേണ്ട എന്ന് പറയുന്നു. ഉടനെ തന്നെ അമ്മച്ചി എന്തു പറയും? ഞാൻ വേണ്ട എന്ന് പറഞ്ഞു. അമ്മച്ചി ഉടനെ എന്തു പറയും? വേണ്ടെങ്കിൽ വേണ്ട, എഴുന്നേറ്റ് പോട ചേർക്കാന്ന് പറയും. ഞാൻ വേണ്ട എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു അത്ഭുതം സംഭവിക്കും. എന്നതായിരിക്കും അത്ഭുതം? ഒന്ന് പറഞ്ഞേ. ഇപ്പൊ ഞാൻ പറയുന്നു, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പാത്രത്തിൽ ഇരിക്കുന്ന വറുത്ത കഷണം, വാലെങ്കിൽ വാല്, ഞാൻ പറയുന്നു വേണ്ട എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു അത്ഭുതം സംഭവിക്കും. എന്നതാ അത്ഭുതം? മുള്ളു പോലും കാണിയല്ല ചേച്ചി, പാത്രം പോലും കാണിയല്ല, അടുത്ത ആള് വന്ന് എടുത്തോണ്ട് പോവും.
അപ്പൊ നമ്മുടെ ഒരു ആവശ്യമാണ് എങ്ങനെയെങ്കിലും ദൈവമേ, അല്ലെ, നമ്മുടെ ഒരു ആവശ്യമാണ് എങ്ങനെയെങ്കിലും ഭക്ഷണം കിട്ടുന്നത് കഴിച്ച് വളരുക. 10ാം ക്ലാസ് വരെയൊക്കെ വളർന്ന എങ്ങനെയാ ചോദിക്കുന്നത് വല്ലതും കിട്ടുവോ? ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ഓണത്തിനൊക്കെയാണ്, ഓണക്കോടി, ക്രിസ്മസിനൊക്കെ പുതിയ ഡ്രസ് എന്നൊക്കെ പറയത്തില്ലേ, അപ്പനോട് നേരിട്ട് പറയാൻ പേടിയാണ്, അമ്മ വഴി അവതരിപ്പിക്കും. അപ്പം പറയും ചേട്ടനോട് കൊടുത്തേക്ക്. ഏത്? ചേട്ടന്റെ പഴയത് എനിക്ക് പുതിയത്. ചേട്ടന്റെ സൈസാണോ എന്റെ സൈസ്? നിങ്ങൾക്ക് എന്റെ വിഷമം മനസ്സിലാവൂ? അന്നും ലോഹ, ഇന്നും ലോഹ. പാവമുള്ളത് ഇടാൻ അവസരമില്ലെന്ന്, അല്ലേ? എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്നറിയോ? രാജപുരംകാർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവും. അന്ന് എന്റെ ഏറ്റവും വലിയ സങ്കടം, ഈ പുതിയ പാഠപുസ്തകത്തിന്റെ ഒരു മണമുണ്ട്. പുതിയ പാഠപുസ്തകം നമ്മുടെ കയ്യിൽ വരും. ഏത്? കീറിപ്പറിഞ്ഞ ഒരെണ്ണം. ആദത്തിന്റെ കാലഘട്ടം തൊട്ട് ഉപയോഗിച്ച് കീറിപ്പറിഞ്ഞ ഒരെണ്ണം. ഇതിനെന്ത് ചെയ്യാനാ? പേര് പോലും എഴുതാനായിട്ട് സ്ഥലം ഇല്ലാത്തൊരു പാഠപുസ്തകമാണ് നമ്മുടെ കയ്യിൽ ആകപ്പാടെ വന്നുകൊണ്ടിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്കൂളിലൊക്കെ പോയത് ഓർമ്മയുണ്ടോ? അല്ലേ? ഞങ്ങൾക്കൊക്കെ അന്നൊരു നിക്കർ ഉണ്ടായിരുന്നു. ഇവിടെയുള്ള ചേട്ടന്മാർക്ക് ഓർമ്മയുണ്ടോ? നിക്കർ ഒരു 1.5 നിക്കറായിരുന്നു, അല്ലേ? നമ്മൾ നടന്നു പോകുന്നതിന് മുമ്പേ നടന്നു പോകുന്ന ഒരു നിക്കർ. മിക്കവാറും എല്ലാ നിക്കറിനും പുറകിൽ 2 തുളയുണ്ടായിരുന്നു. ഞങ്ങൾ സ്കൂളിലോട്ടൊക്കെ പോകുമ്പോൾ അടുത്തൊരിക്കുന്ന ചായക്കടയിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ചോദിക്കും, വയലാർ പുന്നപ്പറ രക്തസാക്ഷിയാണോ നടന്നു പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെടിയുണ്ട കയറിയ നിക്കർ ഇട്ടോണ്ട് പോണത് കണ്ടിട്ട്. അത് അന്തകാലം. ഇന്നത്തെ കുട്ടികൾക്ക് നിങ്ങൾ ഡ്രസ്സ് വാങ്ങി കൊടുക്കുമ്പോൾ കുട്ടികൾ ആദ്യം ചോദിക്കും, ബ്രാൻഡ് ഏതാ, ഇതിന് എന്ത് വിലയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലം മാറി, രീതികൾക്ക് വ്യത്യാസം വന്നു. നിങ്ങൾ കൊടുക്കുന്ന ഓരോ കാര്യത്തിനും അവർ അളക്കാൻ തുടങ്ങും. നമ്മൾ വളർന്ന കാലഘട്ടമല്ലെന്ന്. എൻ്റെ പ്രിയപ്പെട്ട രാജപുരം ദേശവാസികളെ, നിങ്ങൾ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ നിങ്ങളുടെ മക്കള്, ആ മക്കളോടുള്ള നിങ്ങളുടെ പെരുമാറ്റ ശൈലി നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് വാങ്ങിക്കൊടുക്കുന്നു, ഒക്കെ ശരിയാ. പക്ഷേ അടിസ്ഥാനപരമായിട്ട് കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ വാടിപ്പോകും, തളർന്നു പോകും. വീട്ടിൽ രാജാവായിട്ട് വളരും, പക്ഷെ പുറത്തിറങ്ങിയാൽ ഒരു കാര്യം ചെയ്യാൻ പോലും തൃപ്തിയില്ല, ശേഷിയില്ലെന്ന്. ഇവിടുന്ന് വലിയ ദൂരമില്ലാത്തൊരു സ്ഥലത്ത് നിന്ന് ഒരു പെൺകുട്ടിയെ എറണാകുളം സൈഡില് നേഴ്സിംഗ് പഠിക്കാൻ കഴിഞ്ഞ നാൾ കൊണ്ട് ചേർത്തു. 1ാം വർഷം 1ാം ദിവസം നേഴ്സിംഗ് പഠിക്കാൻ വന്ന പെണ്ണ് രാത്രി കിടന്ന് കരച്ചിലാണ്, എനിക്ക് വീട്ടിൽ പോണം. അപ്പൊ അവിടുത്തെ സിസ്റ്റർ, ഇൻചാർജ് ആയിട്ടുള്ള സിസ്റ്റർ ഈ പെണ്ണിനോട് പറഞ്ഞു, എങ്ങോട്ട് പോകാനാ? എനിക്ക് വീട്ടിൽ പോണം. കാരണം എന്നാന്നറിയാവോ? ഒറ്റയ്ക്ക് ഒരു കാര്യം പോലും ചെയ്യാൻ ഈ പെണ്ണിന് അറിഞ്ഞുകൂടാ. +2 വരെ പഠിച്ച പെൺകുട്ടിയാ. പാത്രം കഴുകാൻ അറിഞ്ഞുകൂടാ, തുണി കഴുകാൻ അറിഞ്ഞുകൂടാ, മമ്മയില്ലാതെ കിടന്നുറങ്ങത്തില്ല. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കൂ, അതിശയോക്തി വേണ്ടെന്ന്. നമ്മുടെ വീട്ടിൽ ഇന്ന് വളരുന്ന കുഞ്ഞുങ്ങള് അവര് ജീവിതത്തിന്റെ അധ്വാനവും കഷ്ടപ്പാടും പട്ടിണിയും കണ്ടിട്ടുണ്ടോ? ചോദിക്കുന്നതൊക്കെ കൊടുത്തു വളർത്താനല്ല മാതാപിതാക്കളുടെ ദൗത്യം. തോന്നുമ്പോ വന്നിട്ട് പോകാനുള്ള ലോഡ്ജല്ല, ഹോട്ടലല്ല, റിസോർട്ടല്ല നിങ്ങളുടെ വീട്. കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് പറ്റാത്തവരെ അത് കൈകാര്യം ചെയ്യണം. പ്രശ്നം ഉണ്ടാക്കാനല്ല ഞാൻ പറയുന്നത്. കുടുംബത്തിൽ കുടുംബത്തിൻ്റെതായ ചിട്ടയുണ്ടാവണം. മാതാപിതാക്കൾ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ട അടിസ്ഥാനപരമായ പാഠമാണത്. പലതകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ആവശ്യമുള്ളത് മാത്രം കൊടുത്തു വളർത്തിയാൽ പോരാ. കുടുംബത്തിന്റെ കഷ്ടപ്പാടും കണ്ണുനീരും. ചില മക്കളുടെ വിചാരം എന്നാന്നറിയോ? വീട്ടിലെന്തോ പണം കായ്ക്കുന്ന മരം ഉണ്ടെന്ന്, പിടിച്ചു കുലുക്കുമ്പോ ഇങ്ങോട്ട് വീണോളും. അല്ലല്ലോ, നിങ്ങളുടെ കഷ്ടപ്പാടും വേർപ്പുമാണ് ഇന്ന് നിങ്ങൾ ആയിരിക്കുന്നത്. അത് മക്കളെ പറഞ്ഞും പഠിപ്പിച്ചും കൊടുക്കണം. തല്ലേണ്ട പ്രായത്തിൽ തല്ലി തന്നെ വളർത്തണം. പറഞ്ഞു കൊടുക്കേണ്ട പ്രായത്തിൽ പറഞ്ഞു കൊടുത്തു തന്നെ വളർത്തണം. ഇല്ലെങ്കിൽ എന്തു പറ്റും? കുഞ്ഞുങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ ഭീഷണിപ്പെടുത്തും, ഭാരപ്പെടുത്തും. അനേക മക്കളുടെ മാതാപിതാക്കളുടെയൊക്കെ കണ്ണുനീര് കാണുന്നത് കൊണ്ട് പറയുക, പറഞ്ഞു കൊടുക്കേണ്ട പ്രായത്തിൽ പറഞ്ഞും കൊടുക്കണം, സ്നേഹിച്ചും ആ കുഞ്ഞുങ്ങളെ വളർത്തണം. ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കണേ, നമ്മുടെ മുമ്പില് യാക്കോബിന്റെ അനുഭവം മുമ്പിൽ നിൽക്കുകയാണ്. റബേക്ക പക്ഷപാതപരമായി സ്നേഹിച്ചു. പക്ഷപാതപരമായി സ്നേഹിക്കരുത്. നിങ്ങൾക്ക് ഇന്ന് 2 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 2 കുഞ്ഞുങ്ങളെയും ഒരുപോലെ സ്നേഹിക്കണം. ഒട്ടുമുക്കാലും കുടുംബങ്ങളെ ചിത്രം എന്താണെന്നറിയാവോ?
നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ളവരെയൊക്കെ പഠിപ്പിച്ച് അവരൊക്കെ വിദേശത്തെത്തി. ഇപ്പൊ ആരാ കൂടെയുള്ളത്? കഴിവില്ലാത്തവനെന്നും ഗുണമില്ലാത്തവനെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തി അല്ലേ? ചില മൂലക്കല്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റിയിട്ടില്ലേ? അവരെ ഇപ്പൊ കൂടെയുള്ളെന്ന് ഓർത്തോ. നിങ്ങൾ പക്ഷപാതപരമായി സ്നേഹിച്ചാൽ നിങ്ങൾ ഈ കൂടുതൽ സ്നേഹിച്ചവര് കൂടെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഒരു തുള്ളി വെള്ളമെങ്കിലും കിട്ടണമെങ്കിൽ നിങ്ങളുടെ മക്കളെ ഒരുപോലെ സ്നേഹിക്കണം. പഠിക്കാൻ കഴിവുള്ളവനെയും കഴിവില്ലാത്തവനെയും ഒക്കെ ഒരുപോലെ സ്നേഹിക്കണം. നിങ്ങളുടെ മക്കളാണ് അവര്. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പള്ളിക്കടുത്തുള്ള ഒരു വീട്, 2 ആൺകുട്ടികള്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവനും +2 കഴിഞ്ഞവനും അൾത്താര ശുശ്രൂഷികളാണ്. 2 ആൺകുട്ടികൾ, മിടുക്കന്മാര്. ആ വീട്ടിൽ പരിചയമുണ്ട്. അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ ഇവരോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഇവന്മാരുടെ പഠനം, എങ്ങനെയുണ്ട്? ഉടനെ തന്നെ അമ്മ ഇളയ കുട്ടിയെ പിടിച്ചിങ്ങനെ വലിച്ച് നെഞ്ചത്തോട് ചേർത്ത് നിർത്തിയിട്ട് എന്നോട് പറയാ, അച്ഛാ മിടുക്കൻ, നന്നായിട്ട് പഠിക്കും. എന്റെ മോനാ. മൂത്തവനെ തള്ളി അപ്പന്റെ അടുക്കലോട് നിർത്തിയിട്ട് എന്നോട് പറയാ, അച്ഛാ ഒന്നും പഠിക്കുകയല്ല, മണ്ടൻ. എങ്ങനെയാ? ഇതിയാന്റെ അല്ലേ മോൻ? അല്ല, രണ്ടും വന്നത് എവിടുന്ന? ഒരു വഴിയിലല്ലേ അല്ലേ? ഈ പഠിക്കുന്ന കൊച്ചൻ്റെതും പഠിക്കാത്തത് ഇതിയാൻ്റെതും എന്ന് പറഞ്ഞ് എങ്ങനെയാ ഡിവിഷൻ ഉണ്ടാക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവർ, അമ്മ മകനെ കുറിച്ച് മണ്ടനാണെന്ന് പറഞ്ഞാൽ ഇവന്റെ തലയ്ക്കകത്ത് അത് രജിസ്റ്റർ ചെയ്യപ്പെടും. എന്റെ അമ്മ ചിന്തിക്കുന്നത് മണ്ടനായിട്ട് കണക്കാക്കിയാൽ പിന്നെ അവൻ പഠിക്കത്തില്ല. നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ, പക്ഷപാതപരമായിട്ടുള്ള സംസാരം വളരെ ശ്രദ്ധിക്കണം. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പക്ഷപാതം കാണിക്കരുത്. വലതും ഇടതും ഇരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്തേ, പക്ഷപാതം കാണിക്കരുത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഒന്നാമത്തെ ദമ്പതികൾ ആരാണ്? ആദം ഹൗവ. 2 അബ്രാഹം സാറ. 3 ഇസഹാക്കും റബേക്കയും. 4ാമത്തെ ദമ്പതികൾ യാക്കോബും റാഹേലും. പ്രിയപ്പെട്ടവരെ, ഈ യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ജേക്കബ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? യാക്കോബിനെ പിന്നീട് ദൈവം ഇസ്രായേലായിട്ടൊക്കെ ഉയർത്തും. യാക്കോബ് എന്ന വാക്കിന്റെ കൃത്യം അർത്ഥം എന്നാന്നറിയാവോ? ചതിയൻ എന്നാണ്. ചതിയൻ. അവൻ ചതിക്കും. അവന്റെ സ്വഭാവം പോലെ അവന്റെ പേര് വെളിപ്പെടുത്തപ്പെട്ടത്. പക്ഷേ നമ്മൾ ഓർക്കണം, ഈ മലയാളത്തിലൊക്കെ പറയുമല്ലോ, പൊട്ടനെ ചട്ടം ചതിച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചതിക്കുന്നൊരു സ്വഭാവം ഉള്ളിലുണ്ടെങ്കിലുണ്ടല്ലോ, ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർ നിന്നെ ചതിക്കും. നമ്മുടെ യാക്കോബ് ചേട്ടനെ ചതിച്ചിട്ട് അനുഗ്രഹം മേടിച്ചോണ്ട് ഓടിപ്പോകും. ബന്ധുവായ ലാബാന്റെ അടുക്കലോട്ടാണ് ചെല്ലുന്നത്. ലാബാൻ ഒത്തിരി സ്നേഹത്തോടെ യാക്കോബിനെ സ്വീകരിച്ചു. യാക്കോബിനാണെങ്കിൽ ലാബാന്റെ ഇളയ മകളോടൊരു സ്നേഹം, ഇവളെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് വല്ലാത്തൊരു ആഗ്രഹം. റാഹേൽ. ഇങ്ങനെ ഈ ആഗ്രഹം ലാബാനോട് പറഞ്ഞപ്പോൾ ലാബാൻ പറഞ്ഞു, അതിനെന്താ മോനെ, ഒരു കുഴപ്പമില്ല, 7 വർഷം അടിമപ്പണി ചെയ്യണം. 7 വർഷം അടിമപ്പണി ചെയ്ത് ഇളയവളെ കല്യാണം കഴിച്ചു. എന്നാൽ ആദ്യ രാത്രിയിൽ അമ്മായിയപ്പൻ പെണ്ണിനെ മാറ്റി ചേച്ചിയെ കൊടുത്തു, പറ്റിച്ചു. ആരെ? യാക്കോബിനെ. ഓർത്തോണം, നമ്മുടെ സ്വഭാവത്തിൽ ഒരു ചതിയുണ്ടെങ്കിൽ നാട്ടുകാരും വീട്ടുകാരും പോകുന്നിടത്തൊക്കെ നമ്മളെ മറ്റുള്ളവർ ചതിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നീടും കൂടെ 7 വർഷം അടിമപ്പണി ചെയ്തിട്ടാണ് യാക്കോബിന് റാഹേലിനെ കിട്ടിയത്. ജീവിതത്തിന്റെ ചതി അവന്റെ ജീവിതത്തെ അടിമുടി താളം തെറ്റിച്ചു. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന രാജപുരം നിവാസികളെ പഠിച്ചോണേ, നമ്മുടെ സ്വഭാവത്തിൽ ചതിയുണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ചതിക്കും. പോകുന്ന വഴികളിൽ നമുക്കെന്നും ദുഃഖമുണ്ടാകും. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, ആരെയും ചതിക്കരുത്. ആരെയും ചതിക്കരുത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പൊ എത്ര ദമ്പതികളായി എഴുതുന്നുണ്ടോ? 4. 5ാമത്തെ ദമ്പതികൾ സാമുവേലിന്റെ 1-ാം പുസ്തകത്തിൽ വായിക്കുന്ന ദമ്പതികളാണ്. എൽക്കാന, ഹന്ന എന്ന് പറഞ്ഞേ. എൽക്കാന ഹസ്ബൻഡ്, ഭർത്താവ്. ഹന്ന ഭാര്യയാണ്. പ്രിയപ്പെട്ടവർ, ഇവരുടെ വലിയ ദുഃഖം എന്നാന്നറിയോ? ഇവർക്ക് മക്കളില്ല. മക്കളില്ലാത്തതിന്റെ ദുഃഖവുമായിട്ട് പേറുന്നവരാണ് എൽക്കാനയും ഹന്നയും. ബൈബിളിൽ പറയുന്നു, സാമുവേലിന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 16 മുതലുള്ള വാചനം ഒന്ന് വായിച്ചു നോക്കിക്കേ. നല്ല സുന്ദരമായൊരു വചനഭാഗമുണ്ട്. മക്കളില്ലാത്തതിന്റെ ദുഃഖവുമായിട്ട് ഹന്ന എവിടെ പോയാണ് സങ്കടം പറഞ്ഞെന്നറിയോ? ദേവാലയത്തിൽ പോയിട്ട് സങ്കടം പറയുകയാണ്. ദേവാലയത്തിൽ പോയി കരയുകയാണ്. അപ്പോൾ ദേവാലയത്തിലെ ആ ഇടവക വികാരിയച്ഛൻ
ആ വികാരി അച്ഛന്റെ പേര് ബൈബിളിൽ പറയുന്നു ഏലി പുരോഹിതൻ. ഇടവക വികാരി ഏലി. ആരാണ്? ഏലി എന്ന പുരോഹിതൻ. ഈ ഏലി എന്ന പുരോഹിതൻ ഹന്നാമ്മയുടെ കണ്ണുനീര് കണ്ടിട്ട് അവളുടെ അടുക്കലോട്ട് ഇന്നിട്ട് പറയും, ഹന്നാമ്മേ എന്തിനാ ഇങ്ങനെ കരയണേ? വിഷമിക്കണ്ട, സർവശക്തനായ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. ഒരു വൈദികന്റെ പ്രാർത്ഥനയുടെ ബലം അറിയണമെങ്കിൽ നിങ്ങൾ ഏലി പുരോഹിതന്റെ പ്രാർത്ഥന നോക്കിയാൽ മതി. പ്രിയപ്പെട്ടവരെ, ഏലി പുരോഹിതൻ ഈ ഹന്നാമ്മയുടെ ശിരസിൽ കൈകൾ വെച്ച് ഒരു അനുഗ്രഹം കൊണ്ട് കൊടുത്തു. സമാധാനത്തിൽ പോവുക, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടട്ടെ. ബൈബിളിൽ ഇങ്ങനെ വായിക്കുന്നു, തൊട്ടടുത്ത വർഷം ഈ ഹന്ന പ്രിയപ്പെട്ടവരെ ഗർഭവതിയായി, അവൾക്കൊരു കുഞ്ഞിനെ ലഭിച്ചു. ആ കുഞ്ഞിന്റെ പേരാണ് സാമുവേൽ. സാമുവേൽ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ ദൈവത്തോട് ചോദിച്ചു വാങ്ങി എന്നാണ്. ഞാൻ ദൈവത്തോട് ചോദിച്ചു വാങ്ങി. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതങ്ങളിൽ വൈദികരോടും സമർപ്പിതരോടും ഒക്കെയുള്ള ബന്ധത്തെക്കുറിച്ചും ചിന്തിക്കാൻ ഈ ഒരു വചനഭാഗം നമുക്ക് സഹായകരമാവും. എന്തിനാണ് ഒരു വൈദികന്റെ ആശീർവാദം സ്വീകരിക്കുന്നത്? നമ്മളൊരു വൈദികനെ കാണുമ്പോൾ കൈകൂപ്പി എന്തുവാ പറയുന്നേ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛനിൽ ഞങ്ങൾ ആരെ കാണുന്നു? ഈശോയെ കാണുന്നു. നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ, ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ, ഒരു അച്ഛന്റെ മുമ്പിൽ ചെന്നൊരു ആശീർവാദം വാങ്ങുമ്പോൾ ഇതാ ആ യാത്രയ്ക്ക് മേൽ, പരീക്ഷയുടെ മേൽ ഇതാ ഒരു ആശീർവാദം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തുന്ന ഒരു ശുശ്രൂഷയാണത്. ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ നിങ്ങൾ പല സംഭവങ്ങളും നമ്മുടെയൊക്കെ കൊച്ചു കേരളത്തിൽ നിന്ന് വളരുന്നു വരുന്ന പല കാര്യങ്ങളും കേൾക്കും. അനേക വൈദികരെ കുറിച്ച്, സന്യസ്തരെ കുറിച്ചും യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ കേൾക്കും. ഉടനെ തന്നെ അത് കേട്ട് കഴിഞ്ഞിട്ട് അത് ശരി, എല്ലാ അച്ഛന്മാരും ഇങ്ങനെയാണെന്ന് ചിന്തിക്കാനല്ല. പ്രിയപ്പെട്ടവരെ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വൈദികരോടുള്ള ബഹുമാനവും സ്നേഹവും ശുശ്രൂഷ ജീവിതത്തിൽ കൈമുതലാക്കാനും ഈ ശുശ്രൂഷ സമയം കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പോട്ട ആശ്രമത്തിൽ ഒരു 6 മാസം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ, വലിയ പ്രായമൊന്നുമില്ല, ആ ചെറുപ്പക്കാരനെ ഞാൻ കാണുമ്പോൾ ആ പോട്ട ആശ്രമത്തിൽ ഒരു വൈകുന്നേര സമയത്ത് അവൻ ആ ആശ്രമത്തിന് ചുറ്റുമൊക്കെ വെറുതെ ഇങ്ങനെ നടക്കുന്നു, അത്രേ ഉള്ളൂ. വെറുതെയൊക്കെ ഇങ്ങനെ നടന്നിട്ട് അവൻ പോയി. ഞാൻ പിറ്റേ ദിവസം ഇവനെ കണ്ടപ്പോൾ ഞാൻ അവനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തുവാ ഈ ആലയത്തിൽ വന്ന് ഇങ്ങനെ നടന്നിട്ട് പോകുന്നത്? അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ഇവിടെ വെച്ചാണ് എന്റെ ജീവിതം വഴി മാറിയത്. ഞാൻ ഇന്ന് എന്റെ ഓഫീസിൽ നിന്ന് വന്ന വഴിക്ക് എനിക്ക് ഇവിടം വരെ വന്ന് നടന്ന് പ്രാർത്ഥിക്കണം തോന്നി, അത്രേ ഉള്ളൂ അച്ഛാ. ഞാൻ ചോദിച്ചു, എന്നെ എന്ത് ജീവിതം നിന്റെ മാറിയത്? അച്ഛന് വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, ഞാൻ 3 ഡി അഡിക്ഷൻ സെന്ററിൽ, മദ്യപാനത്തിനടിമയായി 3 ഡി അഡിക്ഷൻ സെന്ററിൽ കിടന്ന ചെറുപ്പക്കാരനാണ്. 3 ഡി അഡിക്ഷൻ സെന്ററിൽ, അതൊരു 1 ഡി അഡിക്ഷൻ സെന്ററിൽ കിടന്നപ്പോൾ അച്ഛാ, എന്റെ നല്ല പെരുമാറ്റം കൊണ്ട് ഞാൻ അവിടെയുള്ള എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സിനെയും മദ്യപാനികളാക്കി. മനസ്സിലാവുന്നുണ്ട് ഇവന്റെ ക്വാളിറ്റി? അതായത് ഇവൻ കുടിയനാണ്, ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ടപ്പോ ഇവന്റെ പെരുമാറ്റം കൊണ്ട് അവിടെയുള്ള മറ്റ് സ്റ്റാഫ് മെമ്പേഴ്സിനെ പോലും, അവിടുത്തെ വോളണ്ടിയേഴ്സിന്, ടീം മെമ്പേഴ്സിനെ പോലും ഇവൻ കുടിയനാക്കി. ഇതാണ് ഇവന്റെ ക്വാളിറ്റി. അച്ഛാ, 2016 ഞാന് ഓട്ട ദേശീയ ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുക്കാൻ എന്റെ അമ്മ കുടിച്ച് ബോധം കെട്ട് കിടക്കുന്ന എന്നെയും കൊണ്ട് ഇവിടെ കൊണ്ടുവന്നു. അച്ഛാ, ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ പോട്ടാശ്രമത്തിൽ വന്നിട്ടുള്ളവർക്കറിയാം, അവിടെ ഒരു മാതാവിന്റെ ഗ്രോട്ടോയുണ്ട്. ആ ഗ്രോട്ടോയുടെ സൈഡിൽ ഈ ചെറുക്കൻ ഇരിക്കുക. പോട്ടാശ്രമത്തിലെ അനുദിന ശുശ്രൂഷ ഡയറക്ടർ ഫാദർ ആന്റോ ചിറപ്പറമ്പിൽ, ഒരു സാധാരണപ്പെട്ട വൈദികനാണ്. ഈ അച്ഛൻ ഈ കൺവെൻഷൻ നടക്കുമ്പോൾ കാര്യങ്ങളെല്ലാം എങ്ങനെയുണ്ടെന്ന് നോക്കിക്കൊണ്ട് ഇതുവഴി നടക്കുമ്പോൾ അവിടെ ഒരുത്തനിരിക്കുന്നു. അവൻ കുടിച്ച് പറ്റാണ്. അവന്റെ അടുക്കെ ചെന്നിട്ട് ഈ അച്ഛൻ അവന്റെ തലയിൽ കൈവച്ചൊരു പ്രാർത്ഥന. ഈ ചെറുപ്പക്കാരൻ എന്നോട് പറയാണ്, അച്ഛാ, അന്ന് ഞാൻ എന്റെ മദ്യപാന ശീലം ഉപേക്ഷിച്ചതാണ്, ഇന്ന് വരെ ഞാൻ തൊട്ടിട്ടില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾ വിശ്വസിക്കോ? 3 ഡി അഡിക്ഷൻ സെന്ററിൽ കിടന്നവൻ, എന്നാൽ ഒരൊറ്റ വൈദികന്റെ ഒരു ബ്ലെസ്സിങ്ങോടുകൂടെ അവന്റെ ജീവിതത്തിൽ നാളുകളായി അവനെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു തിന്മയിൽ നിന്ന് അവന് വിടുതൽ കിട്ടിയെന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം. രാജപുരത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട മണ്ണായത്, വർഷങ്ങളോളം വചന ശുശ്രൂഷ നടക്കപ്പെട്ട മണ്ണായത്. ഇവിടെ ഇരുന്നോണ്ട്, നിങ്ങൾ ഇവിടെ ഇരുന്നോണ്ട് ഏതെങ്കിലും ഒരു സൈഡിൽ ഇരുന്നോണ്ട് ഇങ്ങനെ വചനം കേൾക്കുമായിരിക്കും. ഓർക്കണം,
ഈ വചനം നിന്റെ മേൽ ഒരു അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട്. ഒരു വൈദികന്റെ കൈവെപ്പ് പ്രാർത്ഥന കിട്ടുമ്പോൾ ആ കുഞ്ഞിലേക്ക്, ആ കുഞ്ഞു പോലും അറിയാതെ ഒരു ദൈവിക ശക്തി വെളിപ്പെടുന്നുണ്ട്. ഇത് വൈദികരുടെ കഴിവ് കൊണ്ടല്ല, കർത്താവ് കൊടുത്തൊരു കൃപ കൊണ്ടാണ്. വിശ്വസിക്കുന്നവർ വലതുകരമുയർത്തി ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. ഞാനിത് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്രകാരം വൈദികരുടെ ഒരു ബ്ലെസ്സിങ്ങും ആശീർവാദമൊക്കെ കിട്ടുമ്പോൾ അത് മേടിച്ചോണം. എല്ലാവരും അവിടെ ഇവിടെ ഇരുന്നും പറയുന്നത് കേട്ടോണ്ട് അതാണ് സത്യമൊന്നും പറഞ്ഞ് നടക്കാനല്ല. നിന്റെ അനുഗ്രഹം അത് കിട്ടുന്ന വഴികൾ ഉപയോഗിച്ചോണം. വൈദികരോട് സമർപ്പിതരോടും ഒക്കെയുള്ള സ്നേഹവും ബഹുമാനവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൽക്കാനയും ഹന്നയും ഇന്ന് ഈ രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളും ഭാരങ്ങളും നീ അർപ്പിക്കേണ്ടത് അത് ചായക്കടയിൽ പോയിരുന്നിട്ടല്ല, അയൽക്കൂട്ടത്തിലല്ല. ശ്രദ്ധിച്ച് കേൾക്കണം, കേട്ടല്ലോ. അത് അർപ്പിക്കേണ്ടത് ദേവാലയത്തിലാണ്. ഈ ദേശത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് തൊട്ടടുത്ത് അനേക ദേവാലയങ്ങൾ. ഇവിടെ ഇരിക്കുന്ന ദൈവജനം കടന്നു വന്നിരിക്കുന്നത് പലതരത്തിലുള്ള പല മേഖലകളിലെ ദേവാലയങ്ങളിൽ നിന്നാണ്. നിങ്ങളുടെ ദേവാലയം നിങ്ങളുടെ കണ്ണുനീര് സമർപ്പിക്കാനുള്ള സ്ഥലമാണ്. അവിടെ നിന്നാണ് നിങ്ങളുടെ ജീവിതം ഉയരേണ്ടത്. ഹന്നാമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ ആ കണ്ണുനീരിന്റെ മുകളിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചെങ്കിൽ നിങ്ങളുടെ കണ്ണുനീരിന്റെ ഉത്തരം കിട്ടുന്ന സ്ഥലമാണ് ദേവാലയം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ശ്രദ്ധിച്ചേ, നമ്മുടെ കണ്ണുനീര് ദൈവസന്നിധിയിലാണ് അർപ്പിക്കേണ്ടത്. വഴിയിലല്ല, നാട്ടുകാരുടെ മുമ്പിലല്ല, കൂട്ടുകാരുടെ മുമ്പിലല്ല, വാട്സപ്പിലല്ല, വാട്സപ്പ് ഗ്രൂപ്പുകളിലല്ല, ഫേസ്ബുക്കിലല്ല, ഇൻസ്റ്റാഗ്രാമിലല്ല. നിന്റെ സങ്കടം തമ്പുരാൻ കർത്താവിന്റെ മുമ്പിലാണ് അർപ്പിക്കേണ്ടത്. വലതും ഇടതും ഇരിക്കുന്നവരോട് പറഞ്ഞേ, നിന്റെ സങ്കടം കർത്താവിന്റെ മുമ്പിലാണ് അർപ്പിക്കേണ്ടത്. പറഞ്ഞു കൊടുത്തേ. ഹല്ലേലൂയാ. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ. പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു ഒരു സ്നേഹഗീതമായി പാടുന്നു. പതിനായിരങ്ങളും പാടുന്നു ഒരു സ്നേഹഗീതമായി